അരുൺ കൊടുങ്ങൂർ ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്ന് ഒപ്പം ചേരുന്നുണ്ട്. അരുൺ, രാവിലെ മുതൽ അരുൺ നൽകുന്ന റിപ്പോർട്ടുകളിലൊക്കെയും കണ്ണീരടക്കി പിടിച്ച് എന്നാൽ നെഞ്ചു പൊട്ടി പ്രതികരിക്കുന്നവരെയാണ് കാണാനായത്. ഇപ്പോഴെന്താണ് ക്യാമ്പിൻ്റെ അവസ്ഥ? പക്ഷേ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ഒരു അവസ്ഥ തന്നെയാണ്. വാക്കുകളിൽ വിവരിക്കുന്നതിനപ്പുറത്തേക്കുള്ള ഒരു ദുരന്ത ഭൂമിയായി ഈ പ്രദേശം ഒന്നാകെ മാറിയിരിക്കുകയാണ്. ഉറ്റവരെ കാത്തിരിക്കുന്ന ഒരുപാട് ആളുകളുടെ കണ്ണീർ നിറഞ്ഞ ഒരു പ്രദേശമായി ഇത് മാറിയിരിക്കുകയാണ്. ഇപ്പോഴും ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഒരുപാട് ആളുകൾ ഉറ്റവർക്കായി കാത്തിരിക്കുന്നു. ഒരു നിമിഷം കൊണ്ട് ആയുസ്സിലുണ്ടാക്കിയ എല്ലാ സമ്പാദ്യങ്ങളും നഷ്ടമായി ഒന്നുമല്ലാത്തൊരവസ്ഥയിലേക്ക് മാറിയ ഒരുപാട് ആളുകൾ നിൽക്കുന്ന ഒരു പ്രദേശമായി ഇത് മാറുന്നു. ആയുസ്സിൽ ആദ്യമായി നേരിട്ട ഏറ്റവും വലിയ പ്രതിസന്ധി, സംസ്ഥാനത്തെ ഏറ്റവും വലിയ സമാനതകളില്ലാത്ത ഒരു ദുരന്തമായി ഇത് മാറിക്കൊണ്ട് ഇരിക്കുകയാണ്. എന്തായാലും നേരത്തെ അർജുൻ സൂചിപ്പിച്ച പോലെ മുണ്ടക്കൈയിലേക്കാണ് ഇന്നത്തെ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധ. ഇവിടെ തന്നെയാണ് കൂടുതൽ തിരച്ചിൽ നടത്താനുള്ള ഒരു തീരുമാനങ്ങളും ഉണ്ടായിരിക്കുന്നത്. കാരണം ഇവിടെ ഇനിയും എത്തുന്ന ആളുകൾ പറയുന്നു ഒരുപാട് ആളുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇനിയും ലഭിക്കാനുണ്ട്. അവിടെ കുടുങ്ങി കിടക്കുകയാണോ എന്നറിയത്തില്ല. ഒരു തരത്തിലുള്ള വിവരങ്ങളും അവിടെ നിന്ന് നൽകാൻ കഴിയുന്നില്ല എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം ഇവിടെ കൺട്രോൾ റൂമിലും അതോടൊപ്പം തന്നെ ജില്ലാ ഭരണകൂടത്തെയും അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എല്ലാവിധ പ്രതിസന്ധികളും മറികടന്നുകൊണ്ട് സൈന്യവും NDRF എല്ലാം തന്നെ ആ മേഖലയിലേക്ക് പോകുന്നു. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ താൽക്കാലികമായുള്ള ഒരു പാലം നിർമ്മിക്കുക എന്നതാണ് ഏറ്റവും വലിയ വിലങ്ങുതടിയായി കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്നിരിക്കുന്നത്. പക്ഷേ ഇന്ന് ഏറ്റവും അനുകൂലമായിരിക്കുന്ന കാലാവസ്ഥയുടെ കാര്യത്തിൽ ഇതുവരെയും കാര്യമായ രീതിയിലുള്ള മഴ പെയ്തിട്ടില്ല. അത് വലിയ രീതിയിലുള്ള ഈ രക്ഷാപ്രവർത്തനത്തിന് വലിയ ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. എന്തായാലും വരും മണിക്കൂറുകളിലും തെളിഞ്ഞ കാലാവസ്ഥയാണ് എങ്കിൽ അത് കൂടുതൽ രക്ഷാപ്രവർത്തനത്തിന് ഊർജ്ജം നൽകും. കൂടുതൽ ഇടങ്ങളിലേക്ക് എത്തിപ്പെടാൻ പറ്റുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും വലിയൊരു ആശങ്കയോടെ നിൽക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഇവിടെ തന്നെയുണ്ട്. അവർക്ക് വലിയൊരു പ്രതീക്ഷയുണ്ട്. തൻ്റെ ഉറ്റവർ ഒരു തരത്തിലുള്ള പരിക്കും കൂടാതെ ആപത്തുകളൊന്നും കൂടാതെ ഈ ഒരു തിരിച്ച ജീവിതത്തിലേക്ക് മടങ്ങി എത്തുമെന്നുള്ള ഒരു ശുഭപ്രതീക്ഷയിൽ കാത്തിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അതായത് സംസ്ഥാനം ഒന്നാകെ ഈ രക്ഷാപ്രവർത്തനത്തിലേക്ക് എത്തുകയാണ്. ഇന്ന് വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള രക്ഷാപ്രവർത്തകരടക്കമുള്ള ആളുകൾ വീട് എന്ന് ഇവിടെ പറയാൻ പറ്റില്ല, എല്ലാം ഒലിച്ചു പോയിരിക്കുന്ന ഒരു പ്രശാന്ത സുന്ദരമായ പ്രകൃതി കനിഞ്ഞ് അനുഗ്രഹിച്ച് നൽകിയ ഒരു ഗ്രാമം ഒന്നാകെ ഇവിടെ നഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഒന്നുമല്ലാതായി പോകുന്ന ഒരു ദയനീയ കാഴ്ചയാണ് ഇവിടെ നിന്നും കാണാനാകുക. അവിടെ നിന്നും ആരുമില്ലാതെ ഈ ഒരു ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് അഭയം പേറേണ്ടി വന്ന ഒരുപാട് ആളുകളെയും കാണാം. എന്തായാലും വലിയൊരു സങ്കടക്കടലായി തന്നെ ഈ പ്രദേശം ഒന്നാകെ മാറിയിരിക്കും. വേദനിപ്പിക്കുന്ന കാഴ്ചകളാണ്. രണ്ട് കാര്യങ്ങളാണ് ഈ ദുരന്തത്തിൻ്റെ ആഴം വിളിച്ചു പറയുന്നത്. ഒന്ന്, വളരെ ഉയരെ നിന്ന് ഉരുൾപൊട്ടി താഴേക്കൊലിച്ചു വന്ന ചൂരൽമലയും അട്ടമലയും വെള്ളാർമലയും മുണ്ടക്കൈയും ഒക്കെ എടുത്തു പോയ മലവെള്ളപ്പാച്ചിൽ പിന്നീട് സൂചിപ്പാറ വെള്ളിച്ചാട്ടം കടന്ന് നിലമ്പൂരിനടുത്ത് പോത്തുകല്ലിൽ മൃതദേഹങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആഴം നമുക്ക് തിരിച്ചറിയാവുന്നതേ ഉള്ളൂ. എത്ര വലിയ ആഘാതമായിരുന്നു നിമിഷങ്ങൾ കൊണ്ട് ആ ഉരുൾപൊട്ടൽ ഉണ്ടാക്കിയത് എന്ന്. മറ്റൊന്ന്, ഇന്നലെ നമ്മളോട് പ്രതികരിച്ച ഒരാൾ ജനൽപ്പാളിയിൽ പിടിച്ചു നിന്ന കാരണത്താൽ മാത്രം രക്ഷപ്പെട്ടു പോയ ഒരാളെ നമുക്ക് പരിചയപ്പെടുത്തി. മറ്റൊന്ന്, ഇപ്പോഴും ഒരെത്തും പിടിയും കിട്ടാത്ത അവസ്ഥയാണ് അവിടെയുള്ളത്. കാരണം മേൽക്കൂരയ്ക്ക് മേൽ മൺകൂനയാണ്. അതൊക്കെ ഒന്ന് മാറ്റി ജീവനോടെ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നവരെ പുറത്തെത്തിക്കാനുള്ള സാഹസിക രക്ഷാപ്രവർത്തനം അവിടെ പുരോഗമിക്കുകയാണ്. മായയും മർഫിയും ഒക്കെ അവിടെ എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ പുത്തുമലയിൽ കവളപ്പാറയിലൊക്കെ നമ്മൾ കണ്ടതാണ് രക്ഷാപ്രവർത്തനം എങ്ങനെയായിരുന്നുവെന്ന്. എവിടെയാണ് താഴ്ന്നു പോവുക എന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്തത്ര വിധം ചെളിയും മണ്ണുമൊക്കെ അടിഞ്ഞുകൂടി കിടക്കുകയാണ് ആ പരിസരത്താകെ. ഒരു ഗ്രാമം മരണഭൂമിയായി മാറുന്നു, ആ ഗ്രാമം ഇല്ലാതാകുന്നു. ദുരന്തത്തിൻ്റെ അവശേഷിപ്പായി കുറേ പാറക്കല്ലുകളും ചെളിയും വെള്ളവുമൊക്കെ ഒഴുകിപ്പോകുന്നതല്ലാതെ മറ്റൊന്നും അവിടെ കാണാൻ കഴിയുന്നില്ല.